ഹലോ ഗൈസ്, ഞാനിതാ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പോട്ട് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ്. പോട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടിച്ചട്ടി ഉണ്ടല്ലോ അത്. അപ്പം ഞാൻ ഇന്ന് നമ്മുടെ ഫ്രണ്ടിൻ്റെ ചിറ്റയുടെ വീട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറേ പോട്ട്സും കാര്യങ്ങളൊക്കെ ചെടിയുടെ ഒരു ഇതൊക്കെ ഉണ്ട് ഇവിടെ കുറേ. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ചെടികളെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കൂടുതൽ നമുക്ക് എന്തുകൊണ്ട് ഒരു സിമെൻറ്റ് കൊണ്ടുള്ള പോട്ട് ഉണ്ടാക്കി കൊടുത്തുകൂടാ? അപ്പോൾ ഇവർക്ക് അത് കുറച്ചും കൂടെ നല്ലതല്ല, പ്ലാസ്റ്റിക്കിൻ്റെ യൂസേജും കുറയും, നമ്മൾ തന്നെ നമ്മുടെ നാടിനോട് കാണിക്കുന്നൊരു നല്ല കാര്യമാണല്ലോ അത്. അപ്പോൾ ഞാൻ വിചാരിച്ച് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചാണ് നമ്മളിന്ന് പോട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ചെറിയ പോട്ടുണ്ടല്ലോ, അതാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് ചെറിയൊരു സെറാമിക് ലുക്ക് വരുന്നുണ്ടെന്നൊക്കെയാണ് എൻ്റെ ഒരു വിശ്വാസം. വന്നു കഴിഞ്ഞാൽ നല്ലതാണ്, ഇല്ലെങ്കിലും ഈ ഒരു ഡിസൈൻ കൊള്ളാമല്ലോ. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ പോട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ കറിയിലൊക്കെ ഇടുന്ന ഇൻഗ്രീഡിയൻസ്. നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് ഈ വൈറ്റ് സിമെൻ്റ് ആണ്. വൈറ്റ് സിമെൻറ്റ് വേണം. പിന്നെ ഒരു ലുക്ക് വരുത്താനായിട്ട് നമ്മുടെ ഈ ചെറിയ കല്ലുണ്ടല്ലോ, ഈ കല്ല് നമ്മുടെ ഈ അക്യൂറിയത്തിൻ്റെ ഒക്കെ ഷോപ്പ് ഉണ്ടല്ലോ, അവിടെ നമുക്ക് കിട്ടും. ഈ പെറ്റ് ഷോപ്പിലൊക്കെ കിട്ടും ഈ ചെറിയ കല്ല്, നമ്മുടെ അക്യൂറിയത്തിൽ ഇടുന്ന കല്ലായത്. അപ്പോൾ ഇതുപോലത്തെ കല്ലുകൾ നമുക്ക് കിട്ടും. എത്ര ഒരു കിലോയ്ക്ക് എത്ര ഒരു 50 രൂപ എന്തൊക്കെ ഉള്ളത്. അതുപോലത്തെ ബൗളുകൾ വേണം. പിന്നെ ആ ബൗളിൽ വെക്കാനായിട്ട് കുറച്ച് നമ്മുടെ ഈ ചെടിച്ചട്ടിയുടെയൊക്കെ അകത്ത് വരുന്നൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പ് വരുത്താനായിട്ടാണ് നമ്മൾ ഇതുപോലത്തെ ഇത് യൂസ് ചെയ്യുന്നത്. നേരത്തെ ഇങ്ങനെ വെച്ചാൽ മതി. പിന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു മിക്സ് ചെയ്യാനായിട്ടൊരു പാത്രം വേണം. അത്യാവശ്യം വലിയൊരു പാത്രം തന്നെ എടുക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. ഇത് നമുക്ക് സിസർ വെച്ച് ഇത് പൊട്ടിച്ചിട്ട് ഇതിനകത്തേക്ക് ഇടാതെ. അപ്പോൾ നമുക്കിനി കുറച്ച് കല്ലും കൂടി എടുത്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ കല്ലും നമ്മുടെ വൈറ്റ് സിമെൻറ്റുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി കുറച്ച് വെള്ളം ഒഴിക്കുക അതിലേക്ക്. വെള്ളമാണ് ഒഴിക്കുന്നത്, ആരും തെറ്റിദ്ധരിക്കരുത്. പെട്ടെന്ന് ആ കുപ്പി മാത്രമേ കിട്ടുകയുള്ളൂ വെള്ളം ഒഴിക്കാനായിട്ട്, അതുകൊണ്ടാണ്. അപ്പം ഇനി നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആ കല്ലും വൈറ്റ് സിമെൻറ്റുമായിട്ട്. ഇത് ഈ സ്പൂൺ കൊണ്ടൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല, നമുക്ക് കൈ തന്നെ ശരണം. ഇനി കൈ കൊണ്ട് തന്നെ നമുക്കതങ്ങ് മിക്സ് ചെയ്യാം നന്നായിട്ട്. നല്ല കട്ടിയുണ്ട് കേട്ടോ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തെന്ന് പറഞ്ഞാലും അത് കട്ടി കുറയുന്നില്ല, നല്ല കട്ടി തന്നെ ഉണ്ട്. ഇത് വൈറ്റ് സിമെൻ്റൊക്കെ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ കയറി അങ്ങ് ഇരിക്കും, നല്ല കട്ടൊക്കെ ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറയാൻ, ഇത് കൈ കൊണ്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ ഗ്ലൗസ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പം മാക്സിമം ഗ്ലൗസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ അങ്ങ് ചെയ്യുക. നമ്മളൊക്കെ പാവപ്പെട്ടവർ, നമുക്ക് ഗ്ലൗസ് ഒന്നും പെട്ടെന്ന് കിട്ടിയൊന്നുമില്ല. വീഡിയോ പെട്ടെന്ന് ചെയ്യാൻ തീരുമാനിച്ചല്ലോ നമ്മൾ. അപ്പം അങ്ങനെ കൈ കൊണ്ട് തന്നെ അങ്ങ് ചെയ്യാമെന്ന് വെച്ചു. ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ല കട്ടിയുണ്ടേ, അതുകൊണ്ടാണ്. നല്ലത് ലൂസാക്കി എടുക്കണം അത്യാവശ്യം, എന്നാലേ നമുക്ക് അത് മര്യാദയ്ക്ക് ആ ബൗളിൻ്റെ അകത്ത് ആക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ നല്ല കട്ടിയായിരിക്കും ഇത്. കട്ടിക്ക് ഇരുന്നിട്ട് കാര്യമില്ല, അത്യാവശ്യം ഒരു ലൂസ് വരണം സിമെൻറ്റ്, എന്നാലേ കാര്യമുള്ളൂ. ഇതിപ്പം നല്ല കട്ടി, ഇനി കുറച്ചും കൂടി നമ്മൾ ലൂസാക്കണം. അപ്പോൾ അതിനു വേണ്ടി കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ കുറച്ചും കൂടി ലൂസാവും ഇത്. ബാക്കി ഉണ്ടായിരുന്ന വെള്ളവും കൂടി എടുത്ത് അങ്ങ് ഒഴിച്ച് വെച്ചു അതിനകത്തേക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് അത് ഇളക്കുക. അറ്റത്തൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ ഉണ്ടല്ലോ, വെള്ളം ചെല്ലാത്ത, അങ്ങോട്ടേക്ക് ചെല്ലുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാതെ. എന്നിട്ട് അങ്ങനെ എടുത്താലത് ലൂസ് ആവത്തുള്ളൂ. അപ്പം നമ്മളിനി ഇത് ഈ ബൗളിലേക്ക് ആക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് എണ്ണ തേച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട്. ഈ പാത്രം എടുത്തിൻ്റെ പുറത്ത് വയ്ക്കുക.
കുറച്ച് കല്ലെടുത്ത് വെക്കുക. ഇത് പൊങ്ങി വരുന്നുണ്ട്. ഇത് അപ്പോൾ മാറ്റാനായിട്ട് നമുക്ക് കുറച്ച് കല്ലെടുത്ത് ഇതിനകത്ത് വെക്കുക. ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ അത്യാവശ്യം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതിലേക്ക് ചെയ്യാം. ഇത് ചെയ്ത പോലെ തന്നെ നമുക്ക് മറ്റേതിലും ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം ഒന്ന് കറക്റ്റായിട്ടൊന്ന് പ്രസ് ചെയ്യണം, എല്ലാ എഡ്ജസും. എന്നാലേ ആ കറക്റ്റ് ആ സിമെൻറ്റ് അതിൻ്റെ അകത്തേക്ക് കയറി ചെല്ലത്തുള്ളൂ. ഇല്ലെങ്കിൽ ജസ്റ്റ് ടോപ്പിൽ മാത്രമായിട്ട് സിമെൻറ്റ് ഇരിക്കും, അകത്തേക്ക് ഒരു കട്ടി കാണത്തില്ല. ഇപ്പം നമ്മളിപ്പോൾ ഇത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ഉണങ്ങി എടുക്കാനായിട്ട് നമുക്കൊരു 18 തൊട്ട് 24 മണിക്കൂർ വരെയാണ് നമ്മളിതിങ്ങനെ വെക്കേണ്ടത്. അപ്പോൾ ഗൈസ്, ഇത് നമ്മൾ 24 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പോട്ട് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തുനിന്ന് കല്ലൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഈ പ്ലാസ്റ്റിക് ഇതുണ്ടല്ലോ, അത് നമ്മൾ 3 എണ്ണത്തിൽ നിന്ന് എടുത്ത് മാറ്റണം. അടിപൊളി. അങ്ങനെ ഒരെണ്ണത്തിൻ്റെ ഡിസൈൻ്റെ കാര്യം നമുക്ക് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. പോയി നമുക്ക് അടുത്ത് നോക്കാം. ഓക്കെ, ഇത് കുഴപ്പമൊന്നുമില്ല, സാരമില്ല. ഇതെന്തായാലും പൊട്ടിയിട്ടുണ്ട്. ഇത് കുഴപ്പമില്ല. പിന്നെ അകത്ത് കുറച്ച് ഡിസൈനൊക്കെ വന്നിട്ടുണ്ട്. ഈ ഇവരുടെ കമ്പനിക്ക് ഒരു പബ്ലിസിറ്റി ആയിട്ടുണ്ട്. ഇനി ഇതെടുക്കാം. അപ്പോൾ ഗൈസ്, ഇത് നമ്മൾ എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് പയ്യെ സാൻഡ് പേപ്പറും ഉണ്ട്, ഇത് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേ ഈ പരിവരിപ്പായിട്ട് നിൽക്കുന്നത് ഫുള്ളും പോയിട്ട് ഇതുപോലെ ഇങ്ങനെ സ്മൂത്ത് സർഫസ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. നമുക്ക് സാൻഡ് പേപ്പർ വെച്ച് റബ്ബ് ചെയ്യാം. മാക്സിമം ഇത് സാൻഡ് പേപ്പർ വെച്ച് റബ്ബ് ചെയ്ത് അത്യാവശ്യം ആ പരിവരിപ്പുകളുള്ള ഇതെല്ലാം കളഞ്ഞിട്ടുണ്ട്. അപ്പം എന്നിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തത്, എന്നാലേ നമുക്ക് ഈ കറക്റ്റ് കളറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അറിയത്തുള്ളൂ, ഈ സോഫ്റ്റ്നെസ്സും ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പം അതാണ് നമ്മുടെ ഫൈനൽ ഔട്ട് വരുന്നത്. പിന്നെ മാക്സിമം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുപോലത്തെ പ്ലേറ്റുകളിൽ ഉണ്ടാക്കാതിരിക്കുക. കാരണം പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് രണ്ടും നമ്മൾ ചുമ്മാ ഒന്ന് പൊട്ടിച്ചെടുത്തപ്പോൾ തന്നെ ഇതിൽ നിന്ന് നേരെ ഇതല്ലല്ലോ ഇത് നേരെ ഇങ്ങനെ എടുത്തപ്പോൾ തന്നെ ഇത് വന്ന്, അതേസമയം ഇതിൽ നിന്നാണ് വരാനായിട്ട് നമുക്ക് കുറച്ച് പാട് വന്നു. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്ത് മെറ്റീരിയൽ ഇത് എന്തായാലും ഇതുപോലത്തെ ഇത് ഉപയോഗിക്കാതിരിക്കുക. ഈ ബൗള് ഉപയോഗിക്കുന്നതിന് വരെ നമ്മുടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ടല്ലോ, ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ആണെങ്കിൽ നല്ലതാണ്, സിമ്പിളായിട്ട് ഊരിപ്പോരും. ഇപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ പൊട്ടിയിരുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ചെടിച്ചട്ടി. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരു ചെറിയ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെടിച്ചട്ടി കുറച്ച് ദിവസം വെള്ളത്തിലൊക്കെ വെക്കണം കേട്ടോ. അതെ, സാധനം സെറ്റാണ്. അപ്പോൾ നമുക്ക് ഈ ചെടികൾ ചിട്ടയുടെ അവിടെ തന്നെ നമുക്ക് കൊണ്ടുപോയി വെക്കാം. ചിട്ടയുടെ ചെടികളുടെ കൂട്ടത്തിൽ ഇതും ഇരിക്കട്ടെ, ഒരു ചെറിയൊരു കുതിരപ്പവനും ആയിക്കോട്ടെ അവരുടെ ഇടയ്ക്ക്. അപ്പം ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. എൻ്റെ ചാനൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം